നല്ല ദിനത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ ചൊല്ലുന്നു. ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായി വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം 21-ാമത്തെ വാക്യം. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കിലേക്ക് മടക്കി വരുത്തേണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തേണമേ. വിലാപങ്ങളുടെ പുസ്തകം 5-ാമത്തെ അധ്യായം യിരെമ്യാവിന്റെ ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥനയാണ് നാം ഇവിടെ കാണുന്നത്. യെരൂശലേമിന്റെ തകർച്ച മാറ്റി പഴയ അനുഭവത്തിലേക്ക് മടക്കി വരുത്താൻ പ്രവാചകൻ ഭക്തൻ ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. സിയോൻ തകരാനും ദൈവജനം അടിമയായി പോകാനുമുള്ള കാരണമെന്താണ്? 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞങ്ങളുടെ പിതാക്കന്മാർ പാപം ചെയ്തതുകൊണ്ട് ആമേൻ നീ അവരെ ഇല്ലാതാക്കി. 16-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഞങ്ങളും പാപം ചെയ്തു. ഇന്നത്തെ തലമുറകളും പാപം ചെയ്തു. അതുകൊണ്ട് ആ പാപത്തിന്റെ പരിണതഫലം അവരെ തകർച്ചയിലേക്ക് എത്തിച്ചു. എന്താണ് അവരുടെ പാപം? ദൈവവ്യവസ്ഥകളെ, ന്യായപ്രമാണത്തെ, ആരാധനകളെ, ദൈവവചനത്തെ അവർ ഉപേക്ഷിച്ചു. ദൈവത്തെ മറന്നുപോയി. അപ്പോൾ ആ തകർച്ചയിൽ കിടക്കുന്ന, പരാജയത്തിൽ കിടക്കുന്ന ജനം തങ്ങളുടെ തകർച്ചകളും പരാജയങ്ങളും തിരിച്ചറിഞ്ഞ് ദൈവത്തോട് അനുതപിക്കുകയും നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഞങ്ങളെ മടക്കി വരുത്തേണമേ, പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഞങ്ങൾക്ക് വരുത്തേണമേ. എന്തുകൊണ്ട് പഴയ അനുഭവത്തിലേക്ക് മടങ്ങി വരണമെന്ന് അവർ നിലവിളിച്ചു? ഇപ്പോൾ അവർ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ എന്താണ്? 5-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, ഞങ്ങൾക്ക് നേരിട്ടിരിക്കുന്ന നിന്ന നോക്കണമേ. ദൈവസന്നിധിയിൽ നകന്നപ്പോൾ ശത്രുക്കൾ അവരെ നിന്ദിക്കത്തക്കവണ്ണം, പരിഹസിക്കത്തക്കവണ്ണം ദൈവം ശത്രുവിന്റെ കരങ്ങളിലേക്ക് ഇവരെ ഏൽപ്പിച്ചു കൊടുത്തു. 2-ാമത്തെ അവരുടെ സാഹചര്യം 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞങ്ങളുടെ അവകാശങ്ങൾ, ഞങ്ങളുടെ വീടുകൾ അന്യന്മാരും അന്യജാതികളും കൈക്കലാക്കി മാറ്റി. ദൈവം കൊടുത്ത അവകാശങ്ങളും മനോഹരമായ വീടുകളും തോട്ടങ്ങളുമെല്ലാം ശത്രുക്കൾ അവകാശമാക്കി മാറ്റി. 3-ാമത്തെ സാഹചര്യം 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, തലമുറകൾ അനാഥരായി, അമ്മമാർ വിധവകളായി മാറി. ഒരു ശാപം പിടിച്ച അന്തരീക്ഷം പോലെ അവരുടെ ജീവിതങ്ങൾ ഭവനങ്ങളായി മാറി. 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കഴുത്തിൽ നുകം വെച്ച് കെട്ടിയ കാളയെപ്പോലെ വിശ്രമിക്കാൻ അനുവദിക്കാതെ അന്യജാതികൾ പീഡിപ്പിക്കാനും ഉപദ്രവിക്കുവാനും തുടങ്ങി. 8-ാമത്തെ വാക്യത്തിൽ അടുത്ത സാഹചര്യം പറയുന്നു, അശൂരിലെയും മിസ്രൈമിലെയും ദാസന്മാർ ജനത്തെ ഭരിക്കാൻ തുടങ്ങി. ദൈവത്തിന്റെ പ്രഭുവായ, ദൈവം തെരഞ്ഞെടുത്ത ശ്രേഷ്ഠ ജാതിയായ ഇസ്രായേലിനെ മിസ്രൈമിലെ പ്രഭുക്കന്മാരല്ല, നേതാക്കന്മാരല്ല, ഉന്നതന്മാരല്ല ഭരിച്ചത്. പ്രത്യുത അവിടുത്തെ ദാസന്മാർ ഇവരെ ഭരിക്കത്തക്കവണ്ണം ഇവരെ ആമേൻ ബന്ധനത്തിലാക്കിയെന്ന് നാം വായിക്കുന്നു. അടുത്തത് 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ശാരീരിക സൗന്ദര്യങ്ങൾ, പുഷ്ടി, അവരുടെ നിറത്തെ ആമേൻ ഇല്ലാതാക്കി മാറ്റി. 11-ാമത്തെ വാക്യത്തിൽ പിന്നെയും പറയുന്നു, അവരുടെ യൗവനക്കാരെ ആമേൻ വഴിതെറ്റിച്ചു കളഞ്ഞു. പാപത്തിലേക്ക് അവരെ വലിച്ചിഴച്ചു കൊണ്ടുപോയി, മ്ലേച്ഛതയിലേക്ക് കൊണ്ടുപോയി, അവരുടെ വിശുദ്ധിയെ നഷ്ടപ്പെടുത്തി. ആരാധിച്ചുകൊണ്ടിരുന്ന, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദൈവ
കാര്യങ്ങൾക്ക് മുൻപന്തിയിൽ നിന്ന് സകലത്തെയും പിടിച്ചുകൊണ്ടുപോയി അവരുടെ വിശുദ്ധിയെ നഷ്ടപ്പെടുത്തി. 12-ാമത്തെ വാക്യത്തിൽ പിന്നെയും പറയുന്നു, അവരുടെ പ്രഭുക്കന്മാരെ നഷ്ടമാക്കി കളഞ്ഞു, ഇല്ലാതാക്കി കളഞ്ഞു. അവരുടെ വൃദ്ധന്മാരുടെ മുഖത്തെ പോലും ആദരിക്കാതെ ക്രൂരമായിട്ട് അവരോട് പെരുമാറാൻ, ഉപദ്രവിക്കാൻ തുടങ്ങി. 14-ാമത്തെ വാക്യത്തിൽ അടുത്ത സാഹചര്യത്തെക്കുറിച്ച് പറയുന്നു, ആത്മീയ ശുശ്രൂഷകൾക്ക് മുൻപന്തിയിൽ നിന്ന് സംഗീതക്കാരെ ഇല്ലാതാക്കി കളഞ്ഞു. പാട്ടും പ്രാർത്ഥനകളും ആരാധനകളും നിശബ്ദമാക്കി മാറ്റി, ഇല്ലാതാക്കി മാറ്റി. ഒടുവിൽ 17-ൽ അവരുടെ സാഹചര്യങ്ങളെക്കുറിച്ച് പറയുന്നു, ഞങ്ങളുടെ ഹൃദയത്തിന് രോഗം പിടിച്ചിരിക്കുന്നു, വിഷമം കാരണം, ഹൃദയാഘാതം, ഹൃദയത്തിന് മനോദർശനം മുഖാന്തരം, ദുഃഖം മുഖാന്തരം ഹൃദയം തകരത്തക്ക നിലയിലുള്ള രോഗങ്ങൾ അവരെ പിടിച്ചു. മാത്രമല്ല, അവരുടെ കണ്ണുകൾ മങ്ങാൻ തുടങ്ങി, കാഴ്ചകളെ വേദനകൾ മറയ്ക്കാൻ തുടങ്ങി. ദൈവം കൊടുത്ത പഴയ ഉയർച്ചകളും ശ്രേഷ്ഠതകളും നന്മകളും ഒന്നും ഇല്ലാതായി മാറിയ ഒരു സാഹചര്യം. 47 യെശയ്യാപ്രവചനം 47 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ എന്റെ ജനത്തോട് ക്രൂശിച്ചു, എന്റെ അവകാശത്തെ അശുദ്ധമാക്കി, അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നു. നീ അവരോട് കനിവ് കാണിക്കാതെ വൃദ്ധന്മാരുടെ മേൽ പോലും നിന്റെ ഭാരമുള്ള നുകം വെച്ചിരിക്കുന്നു. ഈ ദുഃഖ അനുഭവത്തിലെത്തിയ ഇസ്രായേൽ തങ്ങളുടെ പഴയ അനുഭവങ്ങളെ ഓർത്ത്, പഴയ ഉയർച്ചകളെ, നന്മകളെ, ദൈവം കൊടുത്തതായിരിക്കുന്ന നന്മകളെ ഓർത്ത് ദൈവത്തോട് നിലവിളിക്കുകയാ, ദൈവമേ, യഹോവേ, പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഞങ്ങൾക്ക് മടക്കിത്തരണമേ, ഞങ്ങളിൽ വരുത്തണമേ. ഒരു നല്ല കാലത്തിനു വേണ്ടി ആഗ്രഹിക്കാത്ത ആരും തന്നെ നമ്മുടെ ഇടയിൽ ഉണ്ടാകുകയില്ല. സകലരും ഇന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ദൈവമേ, എന്റെ ജീവിതത്തിൽ ഒരു നല്ല കാലം വന്നിരുന്നു എങ്കിൽ എന്ന്. അത് രാഷ്ട്രീയത്തിലായാലും മതത്തിലായാലും ആത്മീയത്തിലായാലും സമസ്ത മേഖലകളിലും ഒരു നല്ല കാലം, ഒരു ശുഭകാലം എല്ലാവരും ആഗ്രഹിക്കുകയാണ്. അതെടുത്തു പറഞ്ഞിരിക്കുന്നു, അത് പണ്ടത്തെ പോലെ ഒരു നല്ല കാലമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ, മനസ്സിലാക്കാൻ കഴിയും, ഇന്നുള്ളതിനെക്കാട്ടിലും വരാൻ പോകുന്ന പുതിയ മാറ്റങ്ങളെക്കാട്ടിലും മെച്ചമായതും ശ്രേഷ്ഠമായതും അനുഗ്രഹിക്കപ്പെട്ടതുമായ ഒരു പഴയ കാലം ഇവിടെ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതല്ലേ അങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണം, ഞങ്ങൾക്ക് അതുപോലെ മടക്കിത്തരണമേ, പണ്ടത്തെ പോലെ ഒരു നല്ല കാലം മടക്കിത്തരണമേ എന്ന്. മുൻപോട്ടുള്ള കാലങ്ങളെ പണ്ടത്തെ പോലെ ഒന്നാക്കണമേ എന്ന് പ്രാർത്ഥിക്കാനുള്ള കാരണം, സ്തോത്രം, പണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു കാലം നമ്മുടെ പുറകിലുണ്ടായിരുന്നു. ആ അനുഭവം തിരിച്ചു കിട്ടാൻ ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. ആത്മീയരായ നാമും ഈ നാളുകളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് ഇതിനുവേണ്ടി തന്നെയാണ്. ലോകമിന്ന് മുൻപോട്ട് പോകുന്നു എന്ന് നാം പറയുമ്പോഴും, ഭരണകൂടങ്ങൾ പറയുമ്പോഴും, മാനുഷിക വ്യവസ്ഥകൾ എത്രയോ പരാജയത്തിലും അധപ്പതനത്തിലും സങ്കടത്തിലും ദുഃഖത്തിലുമാണ് എന്ന് നാം മറന്നു പോകരുത്. ആത്മീയ ലോകത്തിലും പ്രിയരെ, ഒരു സുവർണ കാലഘട്ടം നമ്മുടെ പുറകിലുണ്ടായിരുന്നു എന്ന് നാം തിരിച്ചറിയണം. ഐശ്വര്യസമ്പൂർണവും അനുഗ്രഹകരവും ദൈവപ്രവൃത്തിയുടെ അനുഭവങ്ങളും അത്ഭുതങ്ങളും ഒക്കെയുണ്ടായിരുന്ന ഒരു നല്ല കാലം
ഇന്നലകളിൽ നമുക്കുണ്ടായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ നാം സവിസ്താരമായി പഠിക്കുമ്പോൾ ആത്മീയ ലോകത്തിന്റെ ഒരു നല്ല കാലം, ഇന്നലകളിൽ ഉണ്ടായിരുന്ന നല്ല കാലത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ കാലഘട്ടങ്ങളുമായി, ആ വചനങ്ങളുമായി, ആ ദൈവപ്രവൃത്തിയുമായി ഇന്നത്തെ ആത്മീയത്തെ, ഇന്നത്തെ ശുശ്രൂഷകളെ, ഇന്നത്തെ ആത്മീയ ജീവിതത്തെ നാം താരതമ്യപ്പെടുത്തുമ്പോൾ നാം ഒരു നല്ല കാലത്തിലല്ല ജീവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുകയില്ല. ആത്മശക്തി, ദൈവശക്തി പ്രാപിച്ച, അഭിഷേകത്താൽ നിറഞ്ഞ പത്രോസിന്റെ പ്രസംഗത്തിൽ ജനം മാനസാന്തരപ്പെടുകയും സ്നാനപ്പെടുകയും ദൈവസഭയോട് ചേരുകയും ചെയ്ത നാളുകൾ. അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായം 42 മുതൽ 47 വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചു പഠിച്ചാൽ ആദ്യകാല സഭയുടെ ആരാധനാ രീതികൾ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ഗൗരവമായിട്ട് ചിന്തിക്കാൻ പറ്റും. ഒന്ന്, ദൈവവചനം കേൾക്കാനും പഠിക്കാനും സഭ, ദൈവജനം സമയം കണ്ടെത്തിയിരുന്നു, വേർതിരിച്ചിരുന്നു. 2, അന്യോന്യം സഹായിക്കാനും അന്യോന്യം പ്രോത്സാഹിപ്പിക്കുവാനും അവർ കൂട്ടായ്മകൾ ആചരിച്ചു വന്നിരുന്നു. 3, കർത്താവിന്റെ മരണപുനരുത്ഥാനത്തെ അനുസ്മരിക്കാനായി അപ്പം നുറുക്കിക്കൊണ്ടുള്ള കർത്തൃമേശ, തിരുമേശ, അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ അവൻ ആചരിച്ചു. 4, പ്രത്യേക സമയങ്ങൾ വേർതിരിച്ച് പ്രാർത്ഥനയ്ക്ക് ജനം ഒരുമിച്ച് കൂടുമായിരുന്നു. 3-ാമത്തെ അധ്യായത്തിൽ നാം പഠിക്കുമ്പോൾ ദൈവദാസന്മാരുടെ ശുശ്രൂഷയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു മനുഷ്യൻ, ഒരു ഭിക്ഷാടകൻ, സുന്ദരമെന്ന് പറയുന്ന ദൈവാലയ ഗോപുരത്തിന്റെ മുറ്റത്തിരിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ അവനെ എഴുന്നേൽപ്പിച്ച അനുഗ്രഹത്തിന്റെ, വിടുതലിന്റെ ശുശ്രൂഷകൾ. 5-ാമത്തെ അധ്യായം നാം പഠിക്കുമ്പോൾ ആലയത്തിനുള്ളിൽ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചവർ മരിച്ചു വീണു. 5:11 വായിക്കുന്നു, ഇത് കേട്ടവർക്ക്, കണ്ടവർക്ക് എല്ലാവർക്കും മഹാഭയമുണ്ടായി. ഇന്ന് നാം ആയിരിക്കുന്ന ആലയവും അതിന്റെ ശുശ്രൂഷകളും ആത്മാവിന്റെ പ്രവർത്തനങ്ങളും, സ്തോത്രം, ഏത് നിലയിലാണ്? ദൈവിക ഭയം ഉളവാകുന്നതാണോ, അതോ ദൈവഭയം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഇടപാടുകളും ഇടപെടലും ആണോ അതിന്റെ ഉള്ളറകളിൽ നടക്കുന്നത്? നമുക്ക് പണ്ടത്തെ പോലെ ഒരു മടങ്ങിവരവ് ആവശ്യമല്ലേ? 5-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ അപ്പോസ്തലന്മാരുടെ കയ്യാൽ ജനത്തിന്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടക്കുന്നു എന്ന് വായിക്കുകയാണ്. ഇന്ന് എവിടെ പോയി അത്ഭുതങ്ങൾ? എവിടെ പോയി അടയാളങ്ങൾ? അപ്പോസ്തലന്മാരില്ലാഞ്ഞിട്ടാണോ? യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഏക മനസ്സോടെ ആരാധിച്ച ഒരു കാലം, സഭാ സംഘടന വേർതിരിവില്ലാതെ ആരാധിച്ച കാലഘട്ടങ്ങൾ, അതെത്ര ശുഭവും എത്ര മനോഹരവും എത്ര അനുഗ്രഹവുമായിരുന്നു. ഇന്ന് നോക്കിക്കേ, പല പക്ഷങ്ങൾ. 1 കൊരിന്ത്യർ ലേഖനം വായിക്കുന്നത് പോലെ പൗലോസിന്റെ പക്ഷക്കാർ, അപ്പല്ലോസിന്റെ പക്ഷക്കാർ, ക്രിസ്തുവിന്റെ പക്ഷക്കാർ എന്നിങ്ങനെ ജനം വേർതിരിഞ്ഞ് സ്നേഹമില്ലാതെ, ഇണക്കമില്ലാതെ പിണങ്ങി ആരാധിക്കുന്ന അനുഭവങ്ങൾ നാം കാണുകയാണ്. ഇവിടെ നമുക്ക് നല്ലൊരു കാലം മടങ്ങി വന്നേ മതിയാകുകയുള്ളൂ. 10-ാമത്തെ അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 10-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നു,
ദർശനങ്ങളുള്ള ഒരു കാലഘട്ടം. മാത്രമല്ല, ദൈവശബ്ദം കേട്ട് പുറപ്പെടുന്ന കാലഘട്ടങ്ങൾ നാം അവിടെ കാണുകയാണ്. ദൈവശബ്ദം കേൾക്കുന്ന ദൈവിക ദർശനങ്ങളുള്ള ഒരു കാലഘട്ടങ്ങൾ യേശുവിന്റെ നാമത്തിൽ സഭയ്ക്കത് അനിവാര്യമല്ലേ? സഭയുടെ വളർച്ചയ്ക്ക്, ദൈവജനത്തിന്റെ വിടുതലിന് ആമേൻ ദർശനങ്ങളും ദർശകന്മാരും ആമേൻ ദൈവശബ്ദം കേൾക്കുന്നവരും അത് പ്രസ്താവിക്കുന്നവരും ആമേൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റേ മതിയാകുള്ളൂ. 12-ാമത്തെ അധ്യായത്തിൽ ആമേൻ കാണുന്നു, ബന്ധനങ്ങൾ അഴിയുന്ന ആമേൻ ഒരു കാലം. യേശുവിന്റെ നാമത്തിൽ ഒരാളുടെ വിഷയം ഏറ്റെടുത്ത് അവൻ വിടുതൽ കിട്ടും വരെ ശ്രദ്ധയോടെ സഭ പ്രാർത്ഥിക്കുന്ന കാലഘട്ടങ്ങൾ. ആമേൻ. ദൈവപ്രവൃത്തി വെളിപ്പെട്ട, അത്ഭുതങ്ങൾ നടന്ന, തടവറകളെ പൊളിച്ച, ചങ്ങലകളെ തകർത്ത, ഹേരോദാവിനെ ദൂതന്മാർ ഇറങ്ങി തൊട്ട അത്ഭുതത്തിന്റെ ഒരു പണ്ടത്തെ കാലം യേശുവിന്റെ നാമത്തിൽ മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. രക്തത്താൽ ജയം. 19-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നു, പൈശാചിക ശക്തികൾ തകർക്കപ്പെടുന്ന ഒരു ശുശ്രൂഷ. മന്ത്രവാദികളെയും മന്ത്രവാദ ശക്തികളെയും ഇല്ലാതാക്കുന്ന ഒരു കാലം. ആ വിചാരങ്ങളെ തകർത്ത് അവിടെ കുടിയിരിക്കുന്ന ദേശപ്പോരുകളെ തകർക്കുന്ന ആമേൻ നല്ലൊരു കാലം. അങ്ങനെ പണ്ടത്തെ പോലെ ഒരു നല്ല കാലം. ദേശങ്ങളെ, വാഴ്ചകളെ, അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ച് ക്രൂശിന്മേൽ, ക്രൂശിന്റെ ശക്തിയാൽ ജയമെടുക്കുന്ന നല്ലൊരു കാലഘട്ടങ്ങൾ നമുക്ക് മടക്കിത്തരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. മാത്രമല്ല, ദേശത്തിനും സമൂഹത്തിനും ആമേൻ സഭ മാതൃകയായിരുന്ന ഒരു നല്ല കാലം. യേശുവിന്റെ നാമത്തിൽ കേസുകളും വഴക്കുകളും ഇല്ലാതെ ആമേൻ പ്രശ്നങ്ങൾ സഭ പരിഹരിച്ചിരുന്ന ആമേൻ നല്ലൊരു കാലം. മാതൃകയായ മാതാപിതാക്കന്മാരും മാതൃകയായ തലമുറകളും ആമേൻ അവരെ കൊണ്ട് അലങ്കൃതമായ ആമേൻ ആത്മാവിന്റെ കവിഞ്ഞൊഴുക്കുള്ള ദൈവഭയമുണ്ടായിരുന്ന ആമേൻ നല്ല സഭയുടെ സഭയുടെ ആദിമ കാലങ്ങൾ ആമേൻ നമ്മുടെ ഇടയിലേക്ക് മടങ്ങി വരാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മാത്രമാണോ എല്ലാവരെയും ഉൾക്കൊള്ളുകയും എല്ലാവരെയും എല്ലാ കാര്യങ്ങളിലും ഉൾക്കൊള്ളിക്കുകയും വേർതിരിവ് കാണിക്കാത്ത ഒരു നല്ല ആമേൻ സഭയുടെ കാലഘട്ടങ്ങൾ അതെത്രയോ നമ്മിൽ നിന്നും അകന്നുപോയി. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഈ പ്രസംഗം കേൾക്കുമ്പോൾ, ഈ ദൂത് കേൾക്കുമ്പോൾ നമുക്ക് ആമേൻ അങ്ങനെയുള്ളൊരു മടങ്ങിവരവ് നമ്മുടെ ഇടയിൽ ഉണ്ടാകാൻ പ്രാർത്ഥിക്കാം. ഈ കാലങ്ങളുടെ അനുഭവത്തിലേക്ക് സഭ, ദൈവജനം, ശുശ്രൂഷകന്മാരൊക്കെ മടങ്ങി വന്നിരുന്നു എങ്കിൽ എത്ര മനോഹരമായിരുന്നു, എത്ര അനുഗ്രഹമായിരുന്നു. ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ആമേൻ. ദൈവപ്രവൃത്തി ദേശങ്ങളിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. അതിനു പകരം ഇന്ന് പരസ്പരം കുറ്റാരോപണങ്ങളും ആമേൻ കുറ്റപ്പെടുത്തുകയും പത്രങ്ങളിൽ എഴുതി ആമേൻ ബലഹീനരായവരെ ആമേൻ പരസ്യമായി അവഹേളിക്കുകയും വിമർശിക്കുകയും അവരെ ആത്മീയത്തിൽ തന്നെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ആമേൻ പൈശാചിക ആമേൻ ശുശ്രൂഷകളുടെ തകർച്ചകൾ ആമേൻ ഈ കാലങ്ങളിൽ സംഭവിക്കുവാൻ നമുക്ക് ഉണർന്ന് പ്രാർത്ഥിക്കാം. ഒരു നല്ല കാലമുണ്ടാകാൻ നാം എന്ത് ചെയ്യണം? ദൈവത്താലും ദൈവാത്മാവിനാലും പൂർണ്ണമായി നിയന്ത്രിക്കപ്പെടുന്ന ഒരു സഭ ഉണ്ടായാൽ തെക്കത്താൽ ജയം. സ്വാർത്ഥതയില്ലാത്ത, അഭിപ്രായ വ്യത്യാസങ്ങളില്ലാത്ത, ആമേൻ സ്ഥാനമാനങ്ങൾക്ക് കൊതിയില്ലാത്ത, അതിന് വില കൽപ്പിക്കാത്ത ദൈവദാസന്മാർ, ദൈവമക്കൾ നമ്മുടെ ഇടയിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നവർ എഴുന്നേറ്റാൽ നിശ്ചയമായും ഒരു നല്ല കാലം നമ്മുടെ ഇടയിൽ ഉണ്ടാകും. നോക്കുക, ദൈവം തന്റെ ജനത്തെ നയിച്ചുകൊണ്ടിരുന്നപ്പോൾ
ആമേൻ, മരുഭൂമിയിൽ അവർക്ക് പ്രശ്നമുണ്ടായേയില്ല. വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആമേൻ സ്വർഗം തുറന്നു. ആമേൻ മന്ന വർഷിപ്പിച്ചു കൊടുത്തു. ഇറച്ചി വേണമെന്ന് പറഞ്ഞപ്പോൾ കാടപ്പക്ഷിയെ ആമേൻ കയ്യെത്തി പിടിക്കാവുന്ന അകലത്തിൽ ദൈവം കൊണ്ടെത്തിച്ചു പറന്നു നിൽക്കുമാറാക്കി. അടുത്തത് ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തീക്കൽ പാറയിൽ നിന്ന് വെള്ളത്തെ അവർക്ക് കൊടുത്തു. ഓ ഹല്ലേലൂയ, ആമേൻ. പക്ഷേ ആമേൻ ന്യായാധിപന്മാർ, മാനുഷിക ഭരണങ്ങൾ ജാതികൾക്കുള്ളതുപോലെ രാജാവിനെ വേണമെന്ന് ജനം ആവശ്യപ്പെട്ടപ്പോൾ ആമേൻ ദൈവത്തിൽ നിന്ന് അകന്നു മാറി ദൈവത്തെ വേണ്ടെന്ന് ആമേൻ വെക്കുകയാണെന്ന്, ദൈവത്തെ തള്ളിക്കളയുകയാണെന്ന് ഈ ജനം മനസ്സിലാക്കിയില്ല. യേശുവിന്റെ നാമത്തിൽ നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ ഇംഗിതത്തിനും നമുക്കിഷ്ടമുള്ളവരെ നാം തിരഞ്ഞെടുത്ത് വാഴിക്കുമ്പോൾ ഓർക്കുക, പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്ന് അകന്നു മാറുകയാണ്. ഓ, നാം അതിന് അവസരം കൊടുക്കാതെ ദൈവഹിതത്താൽ ആമേൻ ദൈവത്തിന്റെ ആത്മാവിനാൽ ആമേൻ സംഭവിക്കുന്നത് നാം ഉൾക്കൊള്ളുവാനും അംഗീകരിപ്പാനും ബഹുമാനിപ്പാനും തയ്യാറാകുന്നു എങ്കിൽ രക്തത്താൽ ജയം. പണ്ടത്തെ പോലെ ഒരു നല്ല കാലം നമ്മുടെ ഇടയിൽ തിരിച്ചു തരാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കറിയാം, പ്രാർത്ഥനയാണ് പല രാജ്യങ്ങളുടെയും ഉണർവിന് കാരണമായി മാറിയത്. പ്രാർത്ഥന ആത്മീയ അഗ്നി രാജ്യങ്ങളിൽ പടർന്നു പിടിക്കാൻ അവൻ സഹായകമായി മാറി. അനേകരെ ആകർഷിച്ചത്, അനേക വെല്ലുവിളികളെ ഇല്ലായ്മ ചെയ്തത് അവൻ ദൈവസഭയുടെ അനേകർ ഉണർന്നെഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് നമുക്കും ഈ പ്രാർത്ഥന എന്ന ആയുധത്തെ കയ്യിലെടുക്കാം. പണ്ടത്തെ പോലെ ഒരു നല്ല കാലം മടക്കിത്തരണമേ എന്ന് ആത്മാർത്ഥമായിട്ട് ദൈവസന്നിധിയിൽ മുഴങ്കാലിൽ നിന്ന് നിലവിളിക്കാം. സ്തോത്രം, സ്തോത്രം. ഒരു നല്ല കാലത്തിനായി തികഞ്ഞ ആത്മാർത്ഥതയോടെ നാം മുട്ടിപ്പായി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം, നിശ്ചയമായും വരും ദിവസങ്ങളിൽ നമ്മിൽ വ്യത്യാസങ്ങൾ ദൈവം വെളിപ്പെടുത്തും. മാത്രമല്ല, വിശ്വസിക്കുന്നവർ ദിനംപ്രതി സഭയോട് ചേരത്തക്കവണ്ണം ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. സ്തോത്രം. വിശ്വാസികൾ, ദൈവമക്കൾ അവൻ ഒരുമനപ്പെട്ട് ആരാധിക്കുന്ന നാളുകൾ ഉണ്ടാകുവാൻ, അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും വീര്യപ്രവൃത്തികളുടെയും നാളുകൾ ഉണ്ടാകാൻ യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ അഭിഷക്തന്മാരെ ദൈവം അതിനുവേണ്ടി എഴുന്നേൽപ്പിക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇങ്ങനെയൊരു നല്ല ദിവസം നമ്മിൽ വെളിപ്പെട്ടാൽ സ്തോത്രം, അങ്ങനെയൊരു നല്ല ദിവസം നമ്മിൽ വെളിപ്പെടണമെന്ന് സർവശക്തനായ ദൈവം നമ്മെക്കുറിച്ച്, സഭയെക്കുറിച്ച്, ഓരോ വ്യക്തി കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തിങ്കലേക്ക് തിരിക്കാം. യഹോവ ദേശത്തിനു വേണ്ടി തീഷ്ണത കാണിക്കുകയും നമ്മെ പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന അവൻ നമ്മെ ദൈവം ആദരിക്കുകയും ചെയ്യും. ആകയാൽ വീണ്ടും ഉണർന്നു പ്രാർത്ഥിക്കാം. യഹോവേ, പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഞങ്ങളിൽ വരുത്തണമേ എന്ന് ഇന്ന് പകൽക്കാലം ഈ ദൈവവചനങ്ങൾ ഏറ്റെടുപ്പാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ, ആമേൻ, ആശ്വാസമായി മാറട്ടെ എന്നുള്ള ആഹ്വാനത്തോടെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ആമേൻ.